ഓക്കെ, അപ്പോൾ നമ്മൾ ഒറിഫീസ് മീറ്ററിൻ്റെ ഡെറിവേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ നമ്മൾ ഇനി അടുത്തത് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഒറിഫീസ് മീറ്ററിൻ്റെ പ്രോബ്ലം നമുക്ക് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. ഓക്കെ, ഒറിഫീസ് മീറ്ററിൻ്റെ പ്രോബ്ലം നമുക്കിവിടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ആൻ ഒറിഫീസ് മീറ്റർ വിത്ത് ഒറിഫീസ് ഡയമീറ്റർ 10 സെൻറ്റിമീറ്റർ ഈസ് ഇൻസർട്ടഡ് ഇൻ എ പൈപ്പ് ഓഫ് 20 സെൻറ്റിമീറ്റർ ഡയമീറ്റർ. ഇത് പ്രഷർ ഗേജസ് ഫിറ്റഡ് upstream and downstream of the orifice meter gives a reading of 19.62 Newton per centimeter square and 9.81 Newton per centimeter square respectively. Coefficient of discharge for the orifice meter is given as 0.6. Find the discharge of water through pipe. നമുക്ക് ഈ പ്രോബ്ലത്തിൽ തന്നിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അതായത് ഒരു പൈപ്പിനുള്ളിലൂടെയുള്ള ഒരു ഫ്ലോ, അതിന്റെ ഫ്ലോ റേറ്റ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഒരു ഒറിഫീസ് മീറ്റർ പൈപ്പിന്റെ ഇൻ ബിറ്റ്വീൻ ആ ഫ്ലോയിൽ നമ്മൾ ഒറിഫീസ് മീറ്റർ നമ്മൾ ഇൻസേർട്ട് ചെയ്തു വെച്ചു. എന്നിട്ട് പറഞ്ഞിരിക്കുകയാണ് ഒറിഫീസ് ഡയമീറ്റർ, അതായത് ഒറിഫീസ് മീറ്ററിന്റെ ചെറിയ ഹോളിന്റെ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10 സെന്റിമീറ്റർ ആണെന്ന് നമ്മുടെ ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. ഇൻസേർട്ടഡ് ഇൻ എ പൈപ്പ്, നമ്മൾ വെച്ചിരിക്കുന്ന പൈപ്പിന്റെ ഡയമീറ്റർ 20 സെന്റിമീറ്റർ ആണ്. പിന്നെ പറഞ്ഞിരിക്കുന്നു ഇത് പ്രഷർ ഗേജസ് ഫിറ്റഡ് അപ്സ്ട്രീം ആൻഡ് ഡൗൺ സ്ട്രീം ഓഫ് ദ ഒറിഫീസ് മീറ്റർ. എന്താണ് അപ്സ്ട്രീം ആൻഡ് ഡൗൺ സ്ട്രീം എന്ന് പറയുന്നത്? അതായത് നമ്മൾ ആ ഒറിഫീസ് മീറ്റർ വെക്കുമ്പോൾ ഫ്ലോ റേറ്റിന് വ്യത്യാസം ഉണ്ടാവും. കണ്ടോ, നമ്മൾ തൊട്ട് ഡെറിവേഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലെ ഒരു ഫ്ലോ റേറ്റിന് വ്യത്യാസമാണ്. അപ്പോൾ 1ലെ ഡയമീറ്റർ ആണ് നമുക്ക് തന്നിരിക്കുന്നത് 20. അതുപോലെ തന്നെ ഒറിഫീസ് മീറ്റർ ഇവിടുത്തെ ഡയമീറ്റർ ആണ് നമുക്ക് 10 തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഈ ഒറിഫീസ് മീറ്റർ വെച്ചിരിക്കുന്നതുകൊണ്ട് ഈ പൈപ്പിന്റെ ഫ്ലോ എങ്ങനെയാകും? ഈ ഒരു ഷേപ്പിലേക്ക് നമുക്കത് മാറിപ്പോകും. ഓക്കെ, അപ്പൊ നമുക്ക് അതാണ്. അപ്പൊ നമുക്ക് ഇവിടുത്തെ ഒറിഫീസ് മീറ്ററിന്റെ ഡയമീറ്റർ നമ്മൾ ഡി നോട്ട് 10നെ നമ്മൾ ഡി നോട്ട് എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പൊ നമുക്ക് അതിന്റെ എ നോട്ട് ഒറിഫീസ് മീറ്ററിന്റെ ഏരിയ കണ്ടുപിടിക്കുന്നു. എന്താണ്? π/4 d സ്ക്വയർ, π/4 ഇൻറ്റു 10 സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ എ നോട്ട് ഏരിയ കിട്ടും. നെക്സ്റ്റ് വൺ ഡി വൺ എന്ന് പറഞ്ഞാൽ എന്തുവാണ്? നമ്മുടെ ഇൻലെറ്റ് പ്രഷർ അല്ലെങ്കിൽ പൈപ്പിന്റെ ഡയമീറ്റർ ആണ്. അത് നമുക്ക് ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് 20 സെന്റിമീറ്റർ ആണ്. അപ്പൊ അതിനകത്തുനിന്ന് A1 നമ്മൾ കണ്ടുപിടിക്കുന്നു. π/4 20 സ്ക്വയർ. അപ്പൊ അതിനകത്തുനിന്ന് 314.16 സെന്റിമീറ്റർ സ്ക്വയർ ആണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ ഇവിടെ നമുക്ക് പറഞ്ഞിരിക്കുകയാണ്, ഇവിടെ നോക്കുക, പ്രഷർ ഗേജസ് ഫിറ്റഡ് അപ്സ്ട്രീം ആൻഡ് ഡൗൺ സ്ട്രീം ഓഫ് ദ ഒറിഫീസ് മീറ്റർ ഗീവ്സ് റീഡിംഗ് ഓഫ് 19.62 ന്യൂട്ടൺ പെർ സെന്റിമീറ്റർ സ്ക്വയർ ആൻഡ് 9.81 ന്യൂട്ടൺ പെർ സെന്റിമീറ്റർ സ്ക്വയർ. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ മുമ്പിൽ വെഞ്ചുറി മീറ്ററിന്റെ ഒക്കെ പ്രോബ്ലം ചെയ്തപ്പോൾ നമ്മൾ കണ്ടൊരു കാര്യം ഉണ്ടായിരുന്നു. അവിടെ നമുക്ക് പ്രഷർ ഡിഫറൻസ് നമുക്ക് ഡയറക്റ്റ് തന്നിട്ടില്ല, അല്ലെങ്കിൽ പ്രഷർ നമുക്ക് ഡയറക്റ്റ് തന്നിട്ടില്ലായിരുന്നു. എന്തുവായിരുന്നു തന്നത്? പ്രഷർ ഡിഫറൻസ് അവിടെ ഉണ്ടാവുന്നത് കൊണ്ട് യൂട്യൂബ് മാനോമീറ്ററിനുള്ളിലുള്ള ഫ്ലൂയിഡിന്റെ ലിക്വിഡ് റൈസ് ആയത് ഇത്ര സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടൊരു ടേം ആണെന്ന്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? എച്ച് കണ്ടുപിടിക്കാനായിട്ട് എക്സ് ഇൻറ്റു എസ് എച്ച് ഡിവൈഡഡ് ബൈ എസ് ഒ മൈനസ് 1 എന്ന് പറയുന്നത്. സ്പെസിഫിക് ഗ്രാവിറ്റി ഏതിനാണോ കൂടുതൽ അതിനനുസരിച്ചിട്ട് നമ്മൾ അവിടുത്തെ പ്രഷർ ഹെഡ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ പ്രോബ്ലത്തിൽ നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? ഡയറക്റ്റ് പ്രഷർ ഒരു പ്രഷർ ഗേജ് വെച്ച് കണ്ടുപിടിച്ചിരിക്കുകയാണ്. അപ്പോൾ പ്രഷറാണ് തന്നിരിക്കുന്നത്, പി ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ബെർണോളിസ് ഇക്വേഷനിലേക്ക് വരുമ്പം പ്രഷർ ഹെഡ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദാണ്ട് ഈ കിടക്കുന്ന P1 ഡിവൈഡ് ബൈ റോ ജി മൈനസ് P2 ഡിവൈഡ് ബൈ റോ ജി ആണ്. ആ ഒരു ടേം ആണ് നമ്മൾ മൈനസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ക്വസ്റ്റിന് തന്നിരിക്കുന്നത് P1ഉം P2ഉം മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ. സോ P1 ഈസ് ഈക്വൽ ടു 19.62 ആൻഡ് P2 ഈസ് ഈക്വൽ ടു 9.81 ആണ് നമുക്ക് ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. സോ നമ്മൾ ആ ഒരു ടേം നമ്മൾ എന്ത് കൊടുക്കുന്നു? 19.62 9.81 P1 P2. അപ്പൊ ഇതിനകത്തുനിന്ന് നമുക്ക് P1 ഡിവൈഡ് ബൈ റോജിയും P2 ബൈ റോജിയും കണ്ടുപിടിക്കണം. സോ നമ്മൾ ഈ എക്സ്പ്രഷനിൽ P1 ഡിവൈഡ് ബൈ റോജി, അപ്പൊ P1 എത്രയാണ്? 19.62. ഇത് പെർ സെന്റിമീറ്റർ സ്ക്വയറിൽ തന്നിരിക്കുന്നു. നമ്മൾ അതിനെ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. അപ്പൊ എന്ത് വരും? മീൻസ് 19.62 ഇൻറ്റു 10⁴ ഡിവൈഡ് ബൈ 1000 ഇൻറ്റു 9.81. സോ നമുക്ക് 20 മീറ്റർ ഓഫ് വാട്ടർ കിട്ടും. അതുപോലെ തന്നെ P2 ഡിവൈഡ് ബൈ റോ ജി എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 9.81 ഇൻറ്റു 10⁻4 ഡിവൈഡ് ബൈ 1000 ഇൻറ്റു 9.81. 10⁴ വന്നിരിക്കുന്നത് വേറൊന്നുമല്ല, ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ന്യൂട്ടൺ പെർ സെന്റിമീറ്റർ സ്ക്വയർ ആണ്. സെന്റിമീറ്റർ സ്ക്വയർ നമ്മൾ മീറ്റർ സ്ക്വയറിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഇൻറ്റു 10⁴ കൊടുത്തു, കാരണം അത് ഡിനോമിനേറ്ററിലാണ് സെന്റിമീറ്റർ സ്ക്വയർ കിടക്കുന്നത്. സോ അതുകൊണ്ടാണ് സെന്റിമീറ്ററിനെ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി 10⁴ ചെയ്തത്.
ഓക്കെ. അത് കൺഫ്യൂഷൻ ആവരുത്. അത് പറഞ്ഞെന്നേ ഉള്ളൂ. നമുക്ക് അത് അതിലൂടെ നമ്മൾ P1 ബൈ റോ ജിയും P2 ബൈ റോ ജിയും കണ്ടുപിടിച്ചു. എന്നിട്ട് നമ്മൾ പ്രഷർ ഹെഡ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? P1 ഡിവൈഡ് ബൈ റോ ജി മൈനസ് P2 ഡിവൈഡ് ബൈ റോ ജി ചെയ്താൽ മതി. ദെൻ ആൻസർ എത്ര വരും? 20 മൈനസ് 10 ഈസ് ഈക്വൽ ടു 10 മീറ്റർ ഓഫ് വാട്ടർ ആണ് നമുക്ക് വന്നിരിക്കുന്നത്. ഓക്കെ. അപ്പൊ നമ്മള് ഹൈറ്റ് നമ്മളങ്ങനെ കണ്ടുപിടിച്ചു. അതില് നമ്മള് വീണ്ടും തിരിച്ച് എന്ത് കണ്ടുപിടിച്ചു? ഇവിടെ മീറ്ററിലാണ്. കാരണം ബാക്കി എല്ലാ ഇക്വേഷൻസും ബാക്കി എല്ലാ ടേമും നമുക്ക് സെന്റിമീറ്ററിലാണ്. അതുകൊണ്ട് നമുക്കതിനെ മീറ്ററിനെ നമ്മൾ സെന്റിമീറ്ററിലോട്ട് ഒന്ന് കൺവേർട്ട് ചെയ്ത് വെച്ചു. സോ, ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മളത് ജസ്റ്റ് കൺവേർട്ട് ചെയ്തത്. അതിനകത്ത് നമ്മള് 10 മീറ്റർ ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? സെന്റിമീറ്ററിലോട്ട് കൊണ്ടുവരുമ്പോൾ 10 ഇൻടു 100 ദാറ്റ് മീൻസ് 1000 സെന്റിമീറ്റർ ഓഫ് വാട്ടർ ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത്? ഇവിടെ വരുന്നത്. പിന്നെ നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് CD കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് ഫോർ ദ ഒറിഫീസ് മീറ്റർ CD ഈസ് ഈക്വൽ ടു 0.6 ആണ് തന്നിട്ടുണ്ട്. സോ നമ്മൾ 0.6 നമ്മൾ എടുത്തു. അപ്പൊ ഈ ടേമുകളെല്ലാം നമ്മൾ എവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു? ക്യൂബിൽ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ Q ഈസ് ഈക്വൽ ടു CD ഇൻറ്റു A0 ഇൻറ്റു A1 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് A1 സ്ക്വയർ മൈനസ് A0 സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് 2GH. സോ ഈ ഇക്വേഷൻ നിങ്ങൾ പഠിക്കണം. കാരണം നമ്മുടെ അറ്റ്ലീസ്റ്റ് ഡെറിവേഷൻ ഒന്നും പഠിക്കാൻ പറ്റിയില്ലെങ്കിലും ഇതിനെല്ലാം ഫൈനൽ ഇക്വേഷൻ ഡിസ്ചാർജ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എങ്കിലും നിങ്ങൾ പഠിക്കാൻ നോക്കുക. ദെൻ CD ഈസ് ഈക്വൽ ടു എന്ത് വരും? 0.6 ആണ്. A0 നമ്മളിവിടെ കണ്ടുപിടിച്ചു. A0 78.54 ഇൻറ്റു A1 314.16 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 314.16 സ്ക്വയർ മൈനസ് 78.54 സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് 2GH 2 ഇൻറ്റു 9.81 9.81 ആണ് ഇൻറ്റു 1000 നമ്മൾ ചെയ്യുമ്പോഴത്തേനും നമുക്കൊരു വാല്യൂ കിട്ടും. ദാറ്റ് വാല്യൂ ഇസ് എത്ര വരും? സെന്റിമീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ആണ്. സോ നമ്മളിവിടെ 9.81 എന്ന് പറയുമ്പോൾ അത് നമ്മൾ മീറ്റർ പെർ സെക്കൻഡിലാണ്. മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയതുകൊണ്ടാണ് 9.81 വന്നിരുന്നത്. അപ്പൊ നമുക്കിവിടെ ചെയ്യുന്നത് പ്രോബ്ലം മുഴുവൻ സെന്റിമീറ്റർ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിനെ നമ്മൾ ജസ്റ്റ് സെന്റിമീറ്ററിലോട്ട് തന്നെ കൊണ്ടുവരും. അപ്പം 981 നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ. ദെൻ നമ്മൾ ഇവിടെ എത്ര കൊടുക്കുന്നു? വാല്യൂസ് എല്ലാം നമ്മൾ കണ്ടുപിടിച്ചു. മീൻസ് ഇത് ചെയ്തു വരുമ്പോൾ നമുക്ക് 68,213.28 സെന്റിമീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ആണ്. അതിനെ നമ്മൾ ഡിവൈഡ് ബൈ 1000 ചെയ്യുമ്പോൾ നമുക്ക് ലിറ്റർ പെർ സെക്കൻഡിൽ ആൻസർ കിട്ടും. ഓക്കെ. പിന്നെ നമുക്ക് വളരെ അടുത്തൊരു പ്രോബ്ലം കൂടെയുണ്ട്. നമുക്ക് ഈ പ്രോബ്ലത്തിലും പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഒറിഫീസ് മീറ്റർ വിത്ത് ഒറിഫീസ് ഡയമീറ്റർ 15 സെന്റിമീറ്റർ ഇൻസെർട്ടഡ് ഇൻ എ പൈപ്പ് of 30 centimeter diameter. The pressure difference measured by the mercury oil differential manometer on the two sides of the orifice meter gives a reading of 50 centimeter of mercury. So നമുക്ക് ഇവിടെ ലിക്വിഡ് റൈസ് ആണ് തന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ ഇക്വേഷൻ വേണം യൂസ് ചെയ്യാൻ. H is equal to X into SG divided by SO minus 1 എന്ന് പറയുന്ന ഇക്വേഷൻ ആണ്. നമ്മൾ നേരത്തെ SH divided by SO ആണ് എടുത്തത്. അപ്പൊ ഫൈൻഡ് ദ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഓയിൽ എത്രയാണ്? 0.9 ആണ് പൈപ്പിനുള്ളിലൂടെയുള്ള ഫ്ലൂയിഡിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി. കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് 0.64 ആണ്. സോ നമ്മുടെ ഒറിഫീസ് ഡയമീറ്റർ തന്നിട്ടുണ്ട്. അപ്പോൾ ഒറിഫീസ് ഏരിയ കണ്ടുപിടിക്കുക 176.7 സെന്റിമീറ്റർ സ്ക്വയർ. അതുപോലെ തന്നെ പൈപ്പിന്റെ ഡയമീറ്റർ തന്നിട്ടുണ്ട് 30 സെന്റിമീറ്റർ ആണ്. അതിന്റെ ഏരിയ കണ്ടുപിടിക്കുക. സോ 706.85 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. ദെൻ നമ്മൾ SO എന്ന് പറഞ്ഞാൽ എന്താണ്? പൈപ്പിനുള്ളിലൂടെയുള്ള ഫ്ലോ 0.9 ആണ് ഇതിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി. എന്നാൽ മെർക്കുറിയുടെ സ്പെസിഫിക് ഗ്രാവിറ്റി, മെർക്കുറി ആണ് U2 മാനോമീറ്റർ ഉള്ളത്, അതിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ 0.9നേക്കാൾ കൂടുതലായതുകൊണ്ട് നമ്മൾ ഈ ഇക്വേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. H is equal to X into SH ഡിവൈഡ് ബൈ SH ആണ് നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്നത്. SH ഡിവൈഡ് ബൈ SO മൈനസ് 1. സോ നമ്മൾ ആ വാല്യൂ കൊടുക്കുക. 50 നമ്മുടെ ലിക്വിഡ് റൈസ് ആണ്. 50 ഇൻറ്റു എന്താണ്? U2 മാനോമീറ്റർ ഉള്ളത് മെർക്കുറിയുടെ സ്പെസിഫിക് ഗ്രാവിറ്റി 13.6 ഡിവൈഡ് ബൈ 0.9 മൈനസ് 1 നമുക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ എത്രയാണ്? 705.5 സെന്റിമീറ്റർ ഓഫ് ഓയിൽ ആണ്. CD നമുക്കറിയാം. ബാക്കി വാല്യൂസ് എല്ലാം നമ്മൾ കണ്ടുപിടിച്ചു. CD ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. A0 A1 നമ്മൾ ഡയമീറ്റർ വെച്ചിട്ട് നമ്മൾ ഏരിയ കണ്ടുപിടിച്ചു. H നമ്മൾ തൊട്ട് പുറകിൽ ഈ ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ ആ വാല്യൂസ് എല്ലാം നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആൻസർ ഇതായിരിക്കും നമുക്ക് കിട്ടുന്നത്. 1,37,414.25 സെന്റിമീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ആണ്. ഇതിനെ നമ്മൾ ഡിവൈഡഡ് ബൈ 1000 കൊണ്ട് നമുക്ക് ചെയ്യുമ്പോൾ 137.414 ലിറ്റേഴ്സ് പെർ സെക്കൻഡ് ആയിരിക്കും നമുക്ക് ആൻസർ കിട്ടുന്നത്. ഓക്കെ. ഇതൊരു ഫീസ് മേറ്റിന് ഒരു പ്രോബ്ലം ആണ്. ഓക്കെ. താങ്ക് യു. പ്രോബ്ലം ജസ്റ്റ് ഒന്നുകൂടെ വീഡിയോ കണ്ട് നിങ്ങൾ ക്ലിയർ ആയിട്ട് പഠിക്കാം. ഓക്കെ. താങ്ക് യു ഫോർ വാച്ചിങ്.